നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കൺസിസ്റ്റൻസിയെക്കുറിച്ചാണ്. എന്താണ് കൺസിസ്റ്റൻസി എന്നും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മാനസികമായ ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4-5 കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നു. എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്? സ്ഥിരതയാണ്, അല്ലേ? ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു സ്ഥിരത ഉണ്ടാവണം, ഒരു തുടർച്ച ഉണ്ടാവണം. ജീവിതത്തിൽ ഏതൊരു വിജയം സംഭവിക്കുന്നതിന് പിന്നിലും അതിൻ്റെ നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ പിൻബലം അതിനുണ്ടായിരിക്കും, അല്ലേ? നമുക്കൊക്കെ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് ഇതിനെയൊന്നും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് നമ്മൾ. കുറേ ഓടിയിട്ടുണ്ട്, ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങത്തോളം ഓടിയിട്ടില്ല. പകുതിക്ക് വെച്ച് പാതി വഴിയിൽ നമ്മൾ ഈ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ചവരാണ്. ഇവിടെയാണ് കൺസിസ്റ്റൻസിയുടെ പ്രാധാന്യം. ഒരു കാര്യം പറയാം. ഒരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതായത് എഗെയിൻ ആൻഡ് അഗെയിൻ അണ്ടിൽ ഗെറ്റ് അഗെയിൻ ആഫ്റ്റർ ഗെറ്റ് പ്യൂരിഫൈ വാട്ടർ. അതായത് ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശുദ്ധമായ വെള്ളം കിട്ടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ കുറച്ച് കുഴിക്കുക, വെള്ളം കിട്ടില്ലായിരിക്കാം, വീണ്ടും കുഴിക്കുക, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ വീണ്ടും കുഴിക്കുക, എന്നിട്ടും കിട്ടിയില്ലെങ്കിലോ വീണ്ടും കുഴിക്കുക. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ശുദ്ധമായ വെള്ളം കിട്ടുക. നമ്മുടെയൊക്കെ വീട്ടിലെ കിണറിലെ വെള്ളം കിട്ടിയിരിക്കുന്നത് അങ്ങനെയല്ലേ? ഒരു സ്ഥലത്ത് കുഴിച്ചു, 2-3 മീറ്റർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല എന്ന് കരുതി പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് കുഴിച്ച്, അങ്ങനെയാണോ നമ്മൾ കിണർ കുഴിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിറയെ ഒരുപാട് കുഴികൾ ഉണ്ടാകുമായിരുന്നു, അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെട്ടപ്പോൾ നമ്മുടെയൊക്കെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈ ഒരുപാട് കുഴികൾ നിറഞ്ഞതായിപ്പോയി എന്നുള്ളതാണ്. ലക്ഷ്യങ്ങൾ മാറി മാറി ചവിട്ടി ഒന്നുമാകാതെ പോയി എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെയാണ് നിരന്തരമായി നമ്മളൊരു പോയിന്റിലേക്ക് തന്നെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് അതിൽ സക്സസ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് കാണാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥിരത ഉണ്ടാക്കിയെടുക്കുക, അതാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം എന്നുള്ളത് ജീവിതത്തിൻ്റെ ശീലമാകുമ്പോൾ അത് ജീവിതാവസാനം വരെ അതിൻ്റെ ഭാഗമായിട്ട്, അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എത്ര ആളുകൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നുണ്ട്? കുറച്ച് ദിവസങ്ങൾ ചെയ്യും, പിന്നീട് നമ്മളത് ഉപേക്ഷിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്കത് റിസൾട്ട് കിട്ടുക? നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മളെ പിന്തുടരുന്നത് നമ്മുടെ ആഹാരശീലങ്ങൾ മാത്രമല്ല, കൃത്യമായ വ്യായാമം ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാൻ എത്ര ആളുകൾ തയ്യാറാകുന്നു? വളരെ ചുരുക്കം ആളുകൾ മാത്രമേ തയ്യാറാകുന്നുള്ളൂ. തയ്യാറായാൽ തന്നെ അത് സ്ഥിരമായിട്ട് ജീവിതത്തിൻ്റെ ശീലമായി കൊണ്ട് നടക്കാനും അവർക്ക് സാധിക്കാറില്ല. കുറച്ച് ദിവസം വ്യായാമം ചെയ്യും, പിന്നെ ബോഡി പെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാറുണ്ട്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും എക്സ്ക്യൂസുകൾ കണ്ടെത്തിയിട്ട് നമ്മൾ ആ ഒരു പരിപാടി നിർത്താറാണ് പതിവ്. അപ്പോൾ ജീവിതത്തിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്കും വിചാരിച്ച ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ റിസൾട്ടോ മികച്ച പോസിറ്റീവ് റിസൾട്ടുകളോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതിന് സഹായിക്കുന്ന 4-5 മാനസിക ചിന്താഗതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായി നോക്കുന്നത്. അതിൽ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാം പെട്ടെന്നാവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ ലക്ഷങ്ങൾ ലാഭം ഉണ്ടാവണം. ഒരു ജിമ്മിൽ നമ്മൾ പോവാണ്, അടുത്ത മാസം തന്നെ നല്ല മസിലും ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടണം. അങ്ങനെ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നമുക്ക് നല്ലതല്ല. അത് ഒരിക്കലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമല്ല. കാരണം എന്താണ്? കുറച്ച് ദിവസം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും? നെഗറ്റീവ് ആകും. നെഗറ്റീവായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളത് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു മാർഗത്തിലേക്കോ വഴികളിലേക്കോ നമ്മൾ സഞ്ചരിക്കുന്നു, അല്ലേ? ഇത് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ
നടക്കുകയും ഓടുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്യും. പിന്നെ ഒരു സുഖം കിട്ടില്ല, പിന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ഉപേക്ഷിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യം നടക്കുക? ഒരു കാര്യവും ഒരു ലക്ഷ്യവും നമുക്ക് സ്വന്തമാക്കാനാവില്ല. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കിട്ടണം എന്ന മെൻറ്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും പാടില്ല. ഒന്ന് ഓർക്കുക, നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരാഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി, ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ആ യാത്ര തുടങ്ങുന്ന ആ പോയിന്റും ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്ന ദിവസത്തിനുമിടയിൽ ഒരു ദൂരമുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യത്തോടു കൂടി ക്ഷമയോടെ നമുക്കതിനു വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ ലക്ഷ്യവും സ്വപ്നവും ആഗ്രഹവും ഒക്കെ നമുക്ക് സ്വന്തമാക്കാനാവുകയുള്ളൂ. ആ ദൂരത്തെ തിരിച്ചറിയുക, ക്ഷമയോടുകൂടി പരിശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാം പെട്ടെന്നാവണമെന്ന ചിന്താഗതി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം എന്ന് സ്വയം ചോദിക്കാനാവണം. നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഒരാഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ എന്തിനു വേണ്ടി എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുമ്പോൾ കുറച്ച് ദിവസം വ്യായാമം ചെയ്തിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നത് നമുക്കതിനോട് ഒരു താല്പര്യക്കുറവ് വരുന്നത് കൊണ്ടാണ്, ഒരു മടുപ്പ് തോന്നുന്നത് കൊണ്ടാണ്. ആ മടുപ്പ് ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ ഇത് എന്തിനു ചെയ്യണം എന്ന് സ്വയം ചോദിക്കാനാവണം. അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താനാവണ്ടേ. എന്തിനു വേണ്ടിയാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന ഒറ്റ വാക്കിൽ അത് അവസാനിപ്പിക്കരുത്. അതിന് വിശാലമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനാവണം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന, വ്യായാമം ചെയ്യുന്ന, ഓടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഒരു 5:30 എഴുന്നേറ്റ് ഓടുന്ന ഒരാളാണ്. ജീവിതത്തിൻ്റെ അപൂർവം ചില അവസരങ്ങളിലോ സന്ദർഭങ്ങളിലോ മാത്രമേ അത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലാണ്. ഇപ്പം മോനൊക്കെ ഉണ്ടായ ഒരു നാളിൽ തീർച്ചയായിട്ടും എനിക്ക് വിചാരിച്ചതുപോലെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. വേറെയും കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ലാതെ ചെറുപ്പകാലം മുതൽ തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത്തെ ദിവസവും രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്ത ഒരാളാണ്, എഴുന്നേറ്റ് ഓടിയ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് സ്വയം ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടി ഞാനിത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിശാലമായ ചില ഉത്തരങ്ങളുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടത് എൻ്റെ കുടുംബത്തിന് വേണ്ടി കൂടിയുള്ള ഉത്തരവാദിത്തമാണ്, അല്ലേ? എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ കുടുംബത്തെയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ, അവർക്കൊക്കെ എന്നെ ആവശ്യമുണ്ട് എന്ന ഒരു ചിന്ത നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തണമെന്ന ബോധത്തിലേക്ക് നമ്മളെ എത്തിപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ താളം തെറ്റുന്നത് ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ കൂടിയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ ന്യായങ്ങൾ പറയാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിമർശനങ്ങൾ പറയാനുണ്ടായിരിക്കും. വലിയ വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യം നോക്കി മുന്നോട്ട് പോയെന്ന് കരുതിയിട്ട് ആയുസിൻ്റെ നീളമൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ തീരില്ലേ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മളായിട്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? അതെപ്പോഴും നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണോ നമ്മുടെ ജീവിതം എന്നതൊക്കെ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ഏതായാലും സ്വയം ചോദിക്കുക, ഏതൊരു ലക്ഷ്യത്തിലേക്കും ആഗ്രഹത്തിലേക്കും സ്വപ്നത്തിലേക്കും വേണ്ടി നമ്മൾ ഓടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഞാനിത് എന്തിനു വേണ്ടിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള, ആ റിസൾട്ടിന് വേണ്ടി പരിശ്രമിക്കുവാനുള്ള മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും കിട്ടും. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് തന്നെ നമ്മളൊരു ആഗ്രഹത്തിലേക്കും ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും ഒക്കെ ഓടുമ്പോൾ, എന്ത് കാര്യത്തിന് വേണ്ടിയായാലും ഏതൊരു റിസൾട്ടിന് വേണ്ടിയും നമ്മൾ ഓടുമ്പോൾ, സ്വാഭാവികമായിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ റിസൾട്ട് കിട്ടാതെ വരുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അതിനോടുള്ള ഒരു മടുപ്പാണ്. സ്വാഭാവികമായിട്ടുണ്ടാവും. നിരന്തരമായി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് മടുപ്പ് തോന്നും എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വശമാണ്. മനുഷ്യ മനസ്സ് അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സിൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. നിരന്തരമായി നമ്മൾ കാണുകയും കേൾക്കുകയും അടുത്തറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാത്തിനോടും സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് ഫീൽ ചെയ്യും.
ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തതകൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്ന കാര്യം തന്നെ നോക്കാം. നടക്കുന്നതോ ഓടുന്നതോ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം എടുത്ത് പറയുന്നു എന്ന് മാത്രം. നമ്മൾ രാവിലെ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ ഓടുകയാണ്. സ്വാഭാവികമായിട്ട് തന്നെ നിരന്തരമായി സ്ഥിരമായി അതിലൂടെ ഓടുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാകും. ആ മടുപ്പ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കുക, മറ്റൊരു റൂട്ടിലൂടെ നമ്മൾ ഓടുക. അപ്പോൾ പുതിയ കാഴ്ചകൾ, പുതിയ ആളുകൾ, പുതിയ ബന്ധങ്ങൾ അതൊക്കെ അതിലേക്ക് വന്നു ചേരുന്നത് കാണാം. വീണ്ടും ഒന്ന് ഫ്രഷ് ആവുകയാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഏതൊരു കാര്യവും എന്ത് ചെയ്യുക? വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ ടീച്ചേഴ്സായിട്ടൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ നിങ്ങൾ ഈ 4 മൂലയിലുള്ള ഒരു ചുമരുകൾക്കുള്ളിൽ നിന്നല്ലേ എപ്പോഴും പഠിപ്പിക്കാറുള്ളത്? ഇടയ്ക്കൊക്കെ അവരെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുക. എന്നിട്ട് നല്ല തണലൊക്കെയുള്ള തണുപ്പുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് നിങ്ങളുടെ പഠന രീതിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയേ. കുട്ടികൾ കുറെ കൂടി ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും ഒക്കെയുള്ള കുട്ടികളായി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കുറെ കൂടി പഠനം മനോഹരമാകുന്നത് കാണാൻ പറ്റും. ഇവിടെ വ്യത്യസ്തതകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം ഒന്ന് തന്നെയാണ്, പഠിപ്പിക്കുന്ന രീതി ഒന്ന് തന്നെയാണ്, പക്ഷേ സാഹചര്യം മാറിയപ്പോൾ അവിടെ കുറെ കൂടി മനോഹരമാക്കപ്പെട്ടു, അത് കൂടുതൽ ആസ്വദിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൽ നിരന്തരമായി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നിരന്തരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മടുപ്പ് മാറാൻ അതിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു കാര്യം കൂടി നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ വീട്ടിലെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയേ. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീട്ടിൽ നിങ്ങളുടെ കട്ടിലും കിടക്കയും പിന്നെ വാർഡ്രോബും അലമാരയും ടേബിളും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തൊന്ന് വെച്ച് നോക്കിക്കേ. അവിടെ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്തതകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാര്യത്തോട് മടുപ്പുണ്ടാവില്ല. ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ വ്യത്യസ്തതയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുമ്പോൾ കുറെ കൂടി ആസ്വദിച്ച് മുന്നോട്ട് പോകാനും മടുപ്പില്ലാതെ അതിനെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കും. അതാണ് പറയാനുള്ള 3ാമത്തെ കാര്യം. ഇനി പറയാനുള്ള 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാറില്ല. ഇന്നൊരു തീരുമാനമെടുക്കും, നാളെ മറ്റൊരു തീരുമാനം, അത് കഴിഞ്ഞ് വേറൊരു തീരുമാനം. ഇങ്ങനെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരാൾക്ക് സക്സസ് ആവാനാവില്ല. ജീവിതത്തിൽ ഒരാൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനാവില്ല. നമ്മുടെ ചിന്തകൾക്ക് സ്ഥിരതയുണ്ടാകുമ്പോൾ മാത്രമാണ് കൺസിസ്റ്റൻസി നിലനിൽക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടും. അതിനാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കാൻ നമുക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ മാറാൻ പാടില്ല. നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ സ്ഥലമൊക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ? ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കും, നമുക്ക് തൃപ്തി അല്ലെങ്കിൽ മാറ്റി വരയ്ക്കും. അങ്ങനെ മാറ്റി വരച്ച് ഒടുവിൽ നമുക്ക് കംഫർട്ടബിളായ, നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു പ്ലാന് തയ്യാറാക്കും. അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലോക്ക് ചെയ്യുന്നു അല്ലേ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ വരഞ്ഞുകൊണ്ടേയിരിക്കും തൃപ്തിയില്ലാതെ. ഇങ്ങനെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും നമുക്കുണ്ടാവേണ്ടത് ഉറച്ച തീരുമാനങ്ങളാണ്. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യത്തിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി രൂപപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉറച്ച തീരുമാനങ്ങളല്ലെങ്കിൽ അത് പാതി വഴിയിൽ നമ്മൾ ആ തീരുമാനം മാറ്റുകയും ആ ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിൽ ഓർത്ത് വയ്ക്കാം. അതാണ് 4ാമത്തെ കാര്യം. ഇനി പറയാനുള്ളത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് 5ാമത്തെ കാര്യം. അവനവൻ്റെ ജീവിതത്തോട് ഒരു ആത്മാർത്ഥത നമുക്ക് കാണിക്കാൻ കഴിയണം. അങ്ങനെ കാണിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയോ ആഗ്രഹത്തിന് വേണ്ടിയോ സ്വപ്നങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ലഭിക്കുകയുള്ളൂ. എന്താണ് ജീവിതത്തോട് നമ്മൾ ഉത്തരവാദിത്തം കാണിക്കണം എന്ന് പറയുന്നത്? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ ഇതിൻ്റെയൊക്കെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ട് കേട്ട് അനുഭവിച്ചിങ്ങനെ ഇവിടെ ഈ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ?
അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. അങ്ങനെ വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ സാധ്യതകൾ, വലിയ അവസരങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ്, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനുള്ളതാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മടുപ്പില്ലാതെ ജീവിതത്തെ സമീപിക്കുവാൻ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തോടൊരു ആത്മാർത്ഥത കാണിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ ഒന്നിനോടും മടുപ്പില്ലാതെ എല്ലാ സാഹചര്യങ്ങളെയും ഒരേപോലെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകും. ഏതായാലും 5ഓളം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ മടുപ്പുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്കതിനെക്കുറിച്ചുള്ള നല്ല ധാരണകൾ നമുക്കുണ്ടായിരിക്കണം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ജീവിതം എന്ന് പറയുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ മനസ്സിൻ്റെ ചിന്തകളെ കുറെ കൂടി ഉയർന്ന നിലവാരത്തിൽ മികച്ച രീതിയിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കിയിട്ട്, അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും തന്നെ. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കുന്നത് വരെ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഉണർവോടെ, ഊർജ്ജസ്വലതയോടെ, ഉന്മേഷത്തോടെ, മടുപ്പില്ലാതെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടിന് മുന്നിൽ ആത്മസംതൃപ്തിയോടെ ഈ ലോകത്തെ നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.